ജീവിതത്തിൽ നിങ്ങൾ കുടുങ്ങിപ്പോയി എന്ന് കരുതി ജീവിക്കുകയാണോ? എന്നാൽ നിങ്ങൾ കുടുങ്ങിപ്പോയതല്ല, നിങ്ങളൊരു തിരക്കഥയെ പിന്തുടരുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ മുറിയിലായിരിക്കാം, നിങ്ങൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ രാജ്യത്തോ ഒക്കെ ആവാം. നിങ്ങൾ മറ്റുള്ളവരുടെ വിജയം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാവുകയാണ്. അവരൊക്കെ രക്ഷപ്പെട്ടു, എൻ്റെ കാര്യം എങ്ങനെയാണ്? ഈ ഒരു ചിന്തയായിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ കടന്നു വരിക. നിങ്ങൾ കുടുങ്ങിപ്പോയതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു, വിജയിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ചിന്തയിലേക്ക് നിങ്ങൾ കടന്നു വരുന്നു. നിങ്ങളുടെ ഹൃദയം ഇങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനിടയിലും നിങ്ങളുടെ മാതാപിതാക്കളും ബന്ധുക്കളും മറ്റുള്ളവരും ഒക്കെ ആഗ്രഹിക്കുന്നതിനിടയിലുമായിട്ട് പെട്ടുപോയിരിക്കുന്ന ഒരവസ്ഥയിൽ നിങ്ങൾ കടന്നു പോവുകയാണ്. എന്നാൽ നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് കുടുങ്ങിപ്പോയതല്ല, അതൊരു അതിമോഹത്തിൻ്റെ പ്രശ്നമോ ഒന്നുമല്ല, മറിച്ച് അത് നിങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. ആ കാഴ്ചപ്പാട് ഇതാണ്: ഏതോ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ കേട്ടു, എപ്പോഴും സുരക്ഷിതമായിട്ട് കളിക്കുക, വേറിട്ട് നിൽക്കാൻ ശ്രമിക്കരുത്, മറ്റുള്ളവരുടെ അംഗീകാരമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക, മറ്റുള്ളവരുടെ പ്രീതി പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെ എപ്പോഴൊക്കെയോ കേട്ട ചില ഉപദേശങ്ങളും ചില ചിന്തകളുമൊക്കെ നിങ്ങളുടെ മനസ്സിൽ കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതവും കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയിൽ നിങ്ങൾ ജീവിക്കേണ്ടതായിട്ട് വരിക. നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ടോ? ചെറുപ്പം മുതലേ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്: നാട്ടുകാർ എന്ത് വിചാരിക്കും? ഈ നാട്ടുകാരെക്കുറിച്ചുള്ള ആകുലത കാരണം നമ്മൾ പലപ്പോഴും നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് മടി കാണിക്കും. നമ്മുടെ യഥാർത്ഥ സ്വത്വത്തിൽ നിന്ന് നമ്മൾ ഓടി ഒളിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറും. അതുകൊണ്ട് നമുക്ക് കലയോടുള്ള അഭിനിവേശത്തിന് പകരം നമ്മൾ എൻജിനീയറിംഗ് തിരഞ്ഞെടുക്കും. കടലാസിൽ വളരെ ബലമുള്ളതുകൊണ്ട് നമ്മൾ വളരെ സേഫായിട്ടുള്ള ഒരു ജോലിയിലേക്ക് നമ്മൾ മാറും. അങ്ങനെ നമ്മുടെ ജീവിതം മുഴുവൻ ഇങ്ങനെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി നമ്മൾ മാറ്റിയെടുക്കുന്ന അവസ്ഥയിലേക്ക് വരും. ഇങ്ങനെ ജീവിക്കുമ്പോൾ സംഭവിക്കുന്നത്, നമ്മളിങ്ങനെ ഒരു KSRTC ബസ്സിൽ ഇരിക്കുന്നത് പോലെയാണ്. അതിൻ്റെ ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ വേറെയാണ്. ലക്ഷ്യം നമ്മുടെ മനസ്സിലുണ്ട്, പക്ഷേ നമ്മളിങ്ങനെ ചുമ്മാ ഇരുന്നു കൊടുക്കുകയാണ് ചെയ്യുക. എന്നാൽ യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ തന്നെ ഒരു വാഹനത്തിലേക്ക് വന്ന് അതിൻ്റെ സ്റ്റിയറിംഗ് വീൽ ഏറ്റെടുത്ത് ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ തന്നെ ഓടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആസ്വാദ്യത വളരെ കൂടുതലായിരിക്കും. കാരണം അത് ഓടുന്നത് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചായിരിക്കും. നമുക്കിഷ്ടമുള്ളിടത്ത് സ്റ്റോപ്പ് എടുക്കാനും റെസ്റ്റ് എടുക്കാനും നമുക്ക് വിശ്രമിക്കാനും വേഗത കൂട്ടാനും കുറയ്ക്കാനും ഒക്കെയുള്ള അവസരങ്ങളും അതിനുള്ള സാധ്യതകളും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കുടുങ്ങിക്കിടക്കുന്നുള്ള അനുഭവത്തിൽ നിന്ന് പുറത്തു കിടക്കേണ്ടത് വളരെ ആവശ്യമാണ് എന്ന് ഞാൻ പറയുന്നത്. ഇനി രണ്ടാമത്തെ കെണി എന്നുള്ളത് താരതമ്യമാണ്. കാനഡയിലുള്ള നമ്മുടെ സുഹൃത്ത് അവിടുത്തെ അവരുടെ നല്ല വീടും വണ്ടിയൊക്കെ എടുത്തൊരു നല്ല പിക്ചർ എടുത്ത് ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതുമായിട്ട് നമ്മുടെ ജീവിതത്തെ കമ്പയർ ചെയ്യാൻ തുടങ്ങുന്നു. ഓർക്കണം, നമ്മൾ കമ്പയർ ചെയ്യുന്നത് നമ്മുടെ 1-ാം അധ്യായത്തെ അവരുടെ 20-ാം അധ്യായവുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ജീവിതത്തിൻ്റെ ടൈം ലൈൻ അവരെ പോലെ ആയിരിക്കണം എന്നില്ല. പല ജീവിതത്തിൽ വിജയിച്ച ആളുകളുടെയൊക്കെ കഥകൾ വ്യത്യസ്തമാണ്. ജീവിതത്തിൽ 20കളിൽ തന്നെ അവരുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നവരുണ്ട്. ചിലർ എത്തിച്ചേരുന്നത് 60കളിലാവാം. കേണൽ സാൻഡേഴ്സും മാർക്ക് സക്കർബർഗ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മുടെ മുമ്പിൽ ഉദാഹരണങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ യാത്ര വ്യത്യസ്തമാണ്. ആ യാത്രയെ ആസ്വദിക്കാനായിട്ട് തുടങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവരുടെ ജീവിതവുമായിട്ട് താരതമ്യം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൻ്റെ സ്വസ്ഥത കണ്ടെത്താനായിട്ട് നമുക്ക് കഴിയില്ല. ഒരിക്കലും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തീരുമാനമെടുക്കാനുള്ള ഭയമാണ്. ഞാൻ പരാജയപ്പെട്ടാൽ എന്ത് സംഭവിക്കും? ഞാനിത് ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിലോ? ഞാൻ വിജയിച്ചില്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും? അപ്പോൾ ഇങ്ങനെ പരാജയപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ട് തീരുമാനമെടുക്കാനായിട്ട് പറ്റാത്ത അവസ്ഥ. യഥാർത്ഥ പരാജയം എന്ന് പറയുന്നത് ജീവിതത്തിൽ തീരുമാനമെടുക്കാൻ പറ്റാതെ, റിസ്ക് എടുക്കാൻ പറ്റാതെ ആയിരിക്കുക എന്നുള്ളതാണ്. ഞാൻ ഓർക്കുന്നൊരു കാര്യം, നമ്മുടെ ആമസോണിൻ്റെ സ്ഥാപകനായ ജെഫ് ബേസോസ് പറഞ്ഞൊരു കാര്യം. അദ്ദേഹം ആമസോണിനെ കുറിച്ച് തീരുമാനമെടുക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയ സപ്പോർട്ടൊന്നും ലഭിച്ചില്ല. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചൊരു കാര്യം, ഞാൻ എൻ്റെ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ ഞാൻ ഇപ്രകാരം എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ചിന്തയെ അത് പ്രാവർത്തികമാക്കാനായിട്ട് പരിശ്രമിച്ചില്ല എങ്കിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. എൻ്റെ റിഗ്രറ്റിനെ ഒഴിവാക്കാനായിട്ടാണ് ഞാൻ ഇപ്രകാരം ഒരു തീരുമാനമെടുക്കുന്നത്, അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത് എന്ന് അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. യഥാർത്ഥത്തിൽ അതുതന്നെയാണ് ശരി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ റിസ്ക് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പരാജയം ചിലപ്പോൾ സംഭവിക്കാം, പക്ഷേ ആ പരാജയങ്ങളൊക്കെ അതിൻ്റെ പാഠങ്ങളാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ മരണം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഗെയിമാണ്. ആ ഗെയിമിൽ ചിലപ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കേണ്ടതായിട്ട് വരും, ചിലപ്പോൾ പരിക്ക് പറ്റും, ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന അനുഭവം ഉണ്ടാവും. ഇതെല്ലാം ഗെയിമിൻ്റെ ഭാഗമാണ്. പരിക്ക് പറ്റുമോ എന്ന് പേടിച്ച് ഈ ഗെയിം കളിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും?
ജീവിതത്തിൽ ഒരിക്കലും ഈ ഗെയിമിൻ്റെ ആ ഒരു സന്തോഷം അനുഭവിക്കാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കാതെ വരും. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ഈ റിസ്ക് എടുക്കാനും നമ്മുടെ ജീവിതത്തെ ഈ കുരുങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും സാധിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ അതിനുള്ള മാറ്റം വരുത്തി അതിനുള്ള തീരുമാനമെടുത്ത് മുൻപോട്ട് പോവുക എന്നുള്ളതാണ്. ഇതെങ്ങനെ മാറ്റാം, ഇതിനുള്ള തീരുമാനം എങ്ങനെ എടുക്കാം എന്നുള്ളത്, അതിനുള്ള ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടത് നമ്മുടെ വ്യക്തിപരമായ വിചിന്തനത്തിലൂടെയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന കാര്യം ഇങ്ങനെ പ്രകാരമുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ശാന്തമായ മനസ്സിനെ ഒരു മെഡിറ്റേഷനിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ദിനങ്ങളോളം അല്ലെങ്കിൽ പലതവണ ജീവിതത്തെ ഒന്ന് അനലൈസ് ചെയ്യാനും മെഡിറ്റേറ്റ് ചെയ്യാനും ഒരു ധ്യാനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഉൾക്കാഴ്ചകളെ കൊണ്ടുവന്ന് നമ്മുടെ ആഗ്രഹങ്ങളും സാധ്യതകളുമൊക്കെ ആയിട്ട് വിചിന്തനം ചെയ്ത് അതിനെ പരുവപ്പെടുത്താനുമുള്ള ഒരു പരിശ്രമമാണ് ഞാൻ നടത്തുക. അപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിലും സാധ്യമാണ്. എന്താണ് നിങ്ങളെ കുരുക്കിയിട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് നടന്നെടുക്കാനായിട്ട് സാധിക്കുന്നത്. യാത്ര സുഗമമായിരിക്കണമെന്നില്ല, പക്ഷേ നിങ്ങൾ അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന സന്തോഷവും നിങ്ങളുടെ മനസ്സിൻ്റെ തൃപ്തിയുമായിരിക്കും നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള കാര്യമാണ് ഓർക്കേണ്ടത്. ഒറ്റ രാത്രി കൊണ്ടൊരു വലിയ പൊളിറ്റീഷ്യൻ ആവാനോ അല്ലെങ്കിൽ ഒരു CEO ആകാനോ ഒന്നും സാധിച്ചു എന്ന് വരില്ല. പക്ഷേ നമുക്കിഷ്ടമുള്ള ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് അല്പസമയം ചെലവഴിക്കാനും അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആവാനും അങ്ങനെ ദിനം പ്രതി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഒരു ക്യുമുലേറ്റീവ് ആയിട്ടുള്ളൊരു ഇഫക്റ്റിലേക്ക് വരുന്ന പരുവത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നടന്നു നീങ്ങാനുള്ള ഏറ്റവും നല്ല വഴി. അതുകൊണ്ട് ഓർക്കണം, നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം, നമ്മുടെ കാരണവർ നമ്മൾ തന്നെയാണ്. അപ്പോൾ അതിന് ഉതകുന്ന രീതിയിൽ ജീവിതത്തെ പരുവപ്പെടുത്തുകയും മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ മാറ്റങ്ങൾ വരുത്തുമ്പോഴാണ് നമ്മുടെ ജീവിതം നമ്മുടെ കൈപ്പിടിയിലാണ്, എൻ്റെ ജീവിതം ഒരിക്കലും കുടുങ്ങിക്കിടക്കുകയല്ല, ഞാൻ ജീവിക്കുന്നത് എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കാനും അപ്രകാരമുള്ള സന്തോഷത്തിലേക്ക് ജീവിതത്തെ കൊണ്ടുവരാനും നമുക്ക് കഴിയുക. ഇത്രയും സമയം എന്നോടുകൂടി ചെലവഴിച്ചതിന് നന്ദി. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗൈഡഡ് മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനായിട്ട്, നിങ്ങൾ സ്റ്റക്കായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു ചെറിയ മെഡിറ്റേഷനാണിത്. നിങ്ങൾക്കൊരു 10-15 മിനിറ്റ് ചിലവഴിക്കാനായിട്ട് സമയമുണ്ടെങ്കിൽ ഒരു നല്ല ഇയർഫോൺ എടുത്ത് ചെവിയിൽ വെച്ച് ഒരു ഒഴിഞ്ഞ കോണിലേക്ക് മാറി ശാന്തമായിട്ടൊന്ന് അല്പസമയം ചിലവഴിക്കുക. ഈ മെഡിറ്റേഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല ചിന്തകൾ കൊണ്ടുവരാനും നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കൊണ്ടുവരാനും വ്യക്തത കൊണ്ടുവരാനും നിങ്ങളെ സഹായിക്കും. വീണ്ടും വീണ്ടും ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെയാണ് നിങ്ങളുടെ മനസ്സിലേക്കൊരു ക്ലാരിറ്റി, ഒരു വ്യക്തത കൃത്യമായിട്ട് അത് നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം നിങ്ങൾ ഏറ്റെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മെഡിറ്റേഷൻ ചെയ്യുക. ഇത് നിങ്ങളെ സഹായിക്കും. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു.